السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا ثم كفروا ثم آمنوا ثم كفروا ثم ازدادوا كفرا لم يكن الله ليغفر لهم ولا ليهديهم سبيلا. بشر المنافقين بأن لهم عذابا أليما. الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, തഖ്വയോടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞ നോമ്പിൽ നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവർക്ക് ഫിർദൗസ് കൊടുക്കട്ടെ. അടുത്ത ഒരു നോമ്പ് ഇതുപോലെ ജീവനോടെ നമ്മൾ ഉണ്ടാകുമോ എന്നുപോലും ഒരു ഉറപ്പും നമ്മൾക്കും ഇല്ല. കുറേ സൽക്കാരങ്ങൾക്ക് പോയും കുറേ സംസാരങ്ങൾ നടത്തിയും മറ്റുമൊക്കെ ആയിട്ട് പടച്ചോനിന് മുഅ്മിനീന് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിലൊന്ന് പരിശുദ്ധ നോമ്പ് റമദാൻ കാലം. അത് നമ്മെ വിട്ടു പോവുകയാണ്. എത്രായിരം മുസ്ലിങ്ങൾ ഈ നോമ്പെടുത്തിട്ടുണ്ട്. എത്ര ലക്ഷങ്ങളും കോടി മുസ്ലിങ്ങൾ ഈ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ശരിക്കും പടച്ചോൻ നമ്മൾക്ക് തന്നു. ശരിക്കും അല്ലാഹു തആല നമ്മളോട് പറഞ്ഞ നിലക്ക് നോമ്പെടുത്ത് ആ നോമ്പ് കൊണ്ട് അള്ളാഹുവിലേക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന നിലയിൽ എത്രയാൾ ഈ നോമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. നോമ്പിന്റെ ആദ്യ സമയം നമ്മൾ കേട്ട ഹദീസുകളുണ്ട്. അത്താക്കും ഷഹ്റുൽ മുബാറക്, അനുഗ്രഹീതമായ റമദാൻ മാസം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയപ്പെടുന്നതും യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ വന്നോ, വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മ വിചാരിക്കുന്നവർ അതൊക്കെ ഒന്ന് കുറച്ചോ. ഇതൊക്കെ പറയപ്പെട്ട
കണ്ണടച്ച് തുറക്കും മുമ്പ് ഈ നോമ്പ് തീരെയാണ്. ഇനി നോമ്പിന്റെ ഒരു പോരിശ നോമ്പ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. സഹോദരങ്ങളെ, ഈ നോമ്പ് നോമ്പും ഖുർആനും ശുപാർശയ്ക്ക് വേണ്ടി പരലോകത്ത് വരും. നോമ്പ് ഏറ്റവും നന്നായി എടുത്ത വ്യക്തിക്ക് വേണ്ടി അള്ളാഹിനോട് പറയും, അള്ളാഹുവേ, ഇവൻ നോമ്പെടുത്ത് ഇവന്റെ തൊണ്ട വറ്റിപ്പോയിട്ടുണ്ട്, വെള്ളം ദാഹിച്ച് ഒക്കെ ആയിട്ട്, എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണേ എന്ന് നോമ്പ് പറയും. ഖുർആനും രാത്രിയിൽ ഉറങ്ങാതെ ഖിയാമുൽ ലൈലിലൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇവരെന്നെ ഉപയോഗപ്പെടുത്തി പഠിച്ചോനെ എന്ന് ഖുർആനും പറഞ്ഞ് പാപങ്ങൾ പുറത്ത് സ്വർഗത്തിലാക്കാൻ ഈ നോമ്പും ഖുർആനും ശഫാഅത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. നോമ്പ് തീരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് തുടങ്ങുമ്പോഴും പ്രശ്നമില്ല, നോമ്പ് തീർന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചർച്ചകളൊക്കെ ദുനിയാവിൽ ഓരോരുത്തർ ഇന്നിന്ന് ആളുകൾ ഇട്ടു തരുന്ന ചർച്ചകൾ മാത്രമായിരിക്കും. എന്നോടും എന്നിട്ട് നിങ്ങളോടും സൂചിപ്പിക്കുന്ന വിഷയം, ഇനിയുള്ള ഇത് ഒറ്റയിട്ട രാവാണ്. ഇനി എണ്ണാനുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത വ്യാഴം ഒരുപക്ഷെ പെരുന്നാളായിരിക്കും. അതിനു മുമ്പ് നമ്മൾക്ക് കൈവിരലിൽ എണ്ണാനുള്ളത് പോലും ദിവസങ്ങളില്ല. പക്ഷെ ഇതെങ്ങാനും നഷ്ടപ്പെടുത്തിയാൽ, നോമ്പ് കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു കാലത്തും അവർ നന്നാകൂല. മദീന പള്ളിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് 3 പടികളാണ്. മിമ്പറിന്റെ മുൻഭാഗത്താണ് ആ പടികൾ ഉണ്ടാകുന്നത്. ആ ഒന്നാമത്തെ പടിയിൽ കാല് വെക്കുമ്പോഴത്തേക്ക് എല്ലാ സ്വഹാബികളും കേട്ടത് ആമീൻ എന്ന് പറയലാണ്. രണ്ടാമത്തെ മിമ്പറിൽ കാല് വെക്കുമ്പോൾ അപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലും ആമീൻ പറഞ്ഞു. പ്രഭാഷണം ഖുത്ബ കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോ, എന്തിനാ റസൂലെ 3 തവണയും നിങ്ങൾ ആമീൻ ആമീൻ ഇങ്ങനെ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞ ഒന്നാമത്തെ മറുപടി, ഒരു മാസം നോമ്പ് കിട്ടിയിട്ട് ഒരു റമദാനിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ട് അവന്റെ മുഴുവൻ തെറ്റുകളും അള്ളാഹുവോട് ഏറ്റുപറഞ്ഞാൽ പുറത്തു കൊടുക്കുന്ന സമയങ്ങളാണത്. ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ഇങ്ങനത്തെ ഒരു നോമ്പ് മാസം കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാൻ കഴിയാതെ ആ നോമ്പിനെ യാത്രയാക്കിയെങ്കിൽ അവര് നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മിമ്പറിൽ കാല് വെക്കുമ്പോ ജിബ്രീലിന്റെ ദുആ ഇങ്ങനെയാ, ബഅദ് മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പ്രായമുള്ള ഉമ്മയോ ഉപ്പയോ അതല്ലെങ്കിൽ രണ്ടാളുമുണ്ട്. ഒരു ഉമ്മാനെ നോക്കിയാൽ ഉപ്പാനെ നോക്കിയാൽ അള്ളാഹുവിന് സ്വർഗം ഉറപ്പായി നൽകും. മാതാപിതാക്കളെ വീട്ടിൽ കിട്ടിയിട്ട് സ്വർഗം നേടാൻ കഴിയാത്ത മക്കൾ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥന. ഫഖുൽതു ആമീൻ, ഈ ദുആ നീ ഖബൂലാക്കണേ എന്ന് അപ്പോഴാണ് ആമീൻ പറഞ്ഞത്. മൂന്നാമത്തെ മിമ്പറിൽ കാല് വെച്ചുമ്പോ ജിബ്രീലിന്റെ പ്രാർത്ഥന ഇങ്ങനെ, ബഅദു മൻ ദുകിർ ഫലം യുസല്ലിയ. അഥവാ റസൂലേ, നിങ്ങളുടെ പേര് ഒരു സദസ്സിൽ കേട്ടിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഒരു സദസ്സിൽ കേട്ടിട്ട് ആ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടി കാണിക്കുന്നവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. 3 പ്രാർത്ഥനയും ജിബ്രീലിന്റേതാണ്. 3 ആമീനും ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തേത് ഇതാണ്, നോമ്പ് കിട്ടിയിട്ട് തെറ്റ് പൊറുക്കപ്പെടാതെ യാത്രയാകുക എന്ന് വെച്ചാൽ ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ എല്ലാ തെറ്റും പൊറുക്കുന്ന മാസമാണ്. റമദാൻ കരിച്ചു കളയുന്നത്, പാപങ്ങളെ കരിക്കുന്നത്. റമദാനിന്റെ എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും ആളുകൾ മോചിപ്പിക്കപ്പെടും. നോമ്പിന്റെ എല്ലാ ദിവസവും മോചിപ്പിക്കപ്പെടും. പക്ഷേ ഇതൊന്നും ഖൈറ് കിട്ടാത്ത ആളുകൾ, എല്ലാ ഖൈറും തടയപ്പെട്ടു ആ വ്യക്തികൾക്ക്. നമ്മൾ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? ആത്മാർത്ഥമായിട്ടിരുന്ന്
അള്ളാഹിനോട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. എപ്പോഴാ കൈ ഉയർത്തി അള്ളാഹിനോട് ദുആ ചെയ്തത്? ഈ നോമ്പിന് പോലും. എത്ര ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. എത്ര സമയം നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അത്താഴത്തിന് എഴുന്നേൽക്കുന്നുണ്ട്. അത്താഴത്തിന്റെ നേരത്തിന്റെ പ്രത്യേകത തന്നെ അല്ലാഹു തആല ഹൽ മിൻ സായിൽ ചോദിക്കുന്നവനുണ്ടോ, ഹൽ മിൻ തായിബ് തൗബ ചെയ്യുന്നവനുണ്ടോ, ഹൽ മിൻ മുസ്തഗ്ഫിറില്ല അല്ലാഹുവോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കുന്നവനുണ്ടോ? ഇത് മൂന്നെണ്ണത്തിനും അല്ലാഹു പറയും ചോദിച്ചവന് കൊടുക്കും, തൗബ സ്വീകരിക്കും, തെറ്റേറ്റു പറഞ്ഞാൽ പുറത്തു കൊടുക്കും. എത്ര ദിവസങ്ങൾ അത്താഴത്തിന് എഴുന്നേറ്റു നമ്മൾ ചെയ്തിട്ടില്ല. യാത്രയിലെ ദുആ ഉത്തരമുണ്ട് അല്ലേ? പ്രയാസങ്ങൾ വരുമ്പോൾ ഉത്തരമുണ്ട്, സന്തോഷങ്ങൾ വരുമ്പോൾ ഉത്തരമുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വെള്ളിയാഴ്ചയിലെ സമയങ്ങളുണ്ട്. എല്ലാ ദിവസവും ദുആ ചെയ്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. നിങ്ങളുടെ ദുആയും ആ സമയം ഒത്തു വന്നാൽ അല്ലാഹു ഉത്തരം തരാതിരിക്കില്ല. നോമ്പുകാരന്റെ ദുആ ഉത്തരമുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ ദുആ ഉത്തരമുള്ള സമയമാണ്. അള്ളാഹിനോട് പറഞ്ഞോ എന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരാൻ. നമ്മുടെ പാപക്കറകൾ കഴുകാതെ തൗബയില്ലാത്ത നിലക്കാണ് മരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഇനി എണ്ണാൻ പോലും സമയമില്ല. എണ്ണാൻ പോലും ഓരോ വ്യക്തികളോടും വ്യക്തിപരമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സംഗമങ്ങൾക്കും കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ എല്ലാവരുടെയും ഉണ്ടാകും. എന്റെ ഖബറിൽ ഈ നോമ്പിനും നമ്മൾ ഈ തുഖ്ബയിൽ ഒരു മയ്യത്ത് ഖബറടക്കിയതാണ് അല്ലെ? ഈ നോമ്പ് സമയത്തും നമ്മൾ കണ്ടതാണല്ലോ. മോനും ഖബറിൽ ഇറങ്ങി, മോനും ഖബറിന് പുറത്തേക്ക് കയറും. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മഖ്ലൂക്കും നമ്മുടെ കൂടെ ഖബർ കിടക്കാനുണ്ടാവില്ല. നമ്മൾ ചെയ്ത അമലല്ലാതെ. അല്ലാഹു ഖബറോടെ നമുക്ക് സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയൊരു നോമ്പിന് ഞാനും നിങ്ങളും കണ്ടുമുട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല, ഒരുപക്ഷെ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. ഏത് സമയത്തും മരണത്തെ കാത്തു നിൽക്കുന്നവർ തന്നെയാണ് നമ്മൾ. പക്ഷെ ഈ നോമ്പ്, ഇത് അവസാനത്തെ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സാണ്. ഈ നോമ്പ് ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെങ്കിലും അള്ളാഹുവെ കണ്ടുമുട്ടുന്ന പരലോകത്ത് ആ റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണം. നാഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ തെറ്റും ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഒരു മഹ്ലൂക്കും വേണ്ട, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എന്റെ തെറ്റ് നീ പുറത്തു തരണേ എന്ന് അള്ളാഹിനോട് ആദ്യം പറ. എന്നിട്ട് ആവശ്യങ്ങൾ ചോദിക്കേണ്ടത്. തെറ്റ് പൊറുപ്പിക്ക്, അള്ളാഹുവോട് ഏറ്റുപറയും. ഈ നോമ്പ് നമ്മൾക്കൊരു സമ്മാനമായിട്ട് കൂട്ട്. എല്ലാ തെറ്റും പുറത്തു തരാൻ ഇവയെ ജനങ്ങളോടൊക്കെ പറയണം അല്ലേ? സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആരും നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ തെറ്റും പൊറുക്കും, എല്ലാ തെറ്റും പൊറുക്കും. ഏത് ഡോറണഞ്ഞാലും ഫബാബുല്ലാഹി ലാ യുഗ്ലഖ്, അല്ലാഹുവിന്റെ വാതിൽ അത് അടയൂല, അത് തുറന്നു കിടക്കും. തൗബക്ക് തുറന്നു കിടക്കും. എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു അവന്റെ കൈകൾ രാവും പകലും നീട്ടിയിരിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈൽ വലിയതൂബ മുസീഉൻ നഹാർ, രാത്രി ചെയ്ത തെറ്റ് പൂർത്തിയാൻ, പകൽ ചെയ്ത തെറ്റ് പൂർത്തിയാൻ അള്ളാഹ് കാത്തിരിക്കുന്നു നമ്മളെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റുപറയും, അള്ളാഹിനോട് പറയും. അതുകൊണ്ടാണല്ലോ നോമ്പ് കഴിയുമ്പോൾ അതിന്റെ അവസാന നാളുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നതിന്റെ രാവാണല്ലോ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ എന്താ ദുആ ചെയ്യേണ്ടത്? ആയിഷ ഉമ്മ ചോദിക്കാണ്, യാ ആയിഷ ഖൂലി, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നാഥാ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. എൻ്റെ ഉമ്മക്ക്, എൻ്റെ ഉപ്പക്ക്, എൻ്റെ കുടുംബ ലോകത്തുള്ള സർവ്വർക്കും നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുകയും. എന്താ മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ആ ഫയല് അത് തന്നെ ഡിലീറ്റ് ആക്കല. പിന്നെ ഒരു മനുഷ്യനത് മഹ്ലൂക്ക് അത് അറിയൂല. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യുക. ഈ സമയത്ത് പേടിക്കുക. സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ലക്ഷണം നോമ്പിങ്ങനെ അവസാനിക്കുമ്പോൾ അതുപോലെ നന്മകൾ ചെയ്യുമ്പോൾ ആശ്വസിക്കാതെ എല്ലാവരും ചെയ്യുക. വല്ലദീന യുഅ്തൂന മാ ആതു, അവർ ഓരോ നന്മകൾ ചെയ്യുമ്പോൾ, ദാനം നൽകുമ്പോൾ ഖുലൂബുഹും വജില, പേടിക്കുകയാണ്. നോമ്പ് കഴിയുമ്പോൾ പേടിക്കും, നിസ്കാരം കഴിയുമ്പോൾ പേടിക്കും, ഹജ്ജ് കഴിയുമ്പോൾ പേടിക്കും. ആയിഷ ബി അപ്പോഴും ചോദിച്ചു, നബിയെ എന്തിനാ നന്മ ചെയ്തിട്ട് പേടിക്കുന്നത്? എന്തിനാ ഇതൊക്കെ നന്മ ചെയ്തിട്ട് പേടിക്കുന്നത്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഒന്നും കൂടി ചോദിച്ചു, ഇവരെങ്ങാനും കള്ള് കുടിച്ചോ, ഇവരെങ്ങാനും
അതേ മുമ്പ് മോഷണം ചെയ്തോ, വ്യഭിചരിച്ചോ? ഇപ്പൊ പറയാ അബൂബക്കറിന്റെ മോളെ അതൊന്നുമല്ല. യുസല്ലൂൻ, നിസ്കരിക്കും, വയസൂമൂൻ, നോമ്പെടുക്കും, വയതസദ്ദഖൂൻ, ദാനം ചെയ്യും. പക്ഷെ അവരുടെ പേടി എന്താണെന്നറിയോ? ആ ആളുകൾക്ക് ഒരു പേടി, വയഖാഫൂൻ, അവർക്ക് ഭയമുണ്ട്, അല്ലാ യുഖ്ബല മിൻഹും, അല്ലാഹു ഇതൊന്നും കബൂലാക്കൂല എന്നുള്ള പേടിയുണ്ട്. നമ്മളെ കബൂലാക്കലൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ എല്ലാവരും നോമ്പ് ഉറപ്പിച്ചു, പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ചർച്ച ഉണ്ടാകും. ഒരു മുസ്ലിമിന്റെ പേടി, ഞാൻ 10-25 ദിവസം നോമ്പെടുത്തു, ഇത് അല്ലാഹ് കബൂലാക്കൂ, അല്ലാഹ് എങ്ങാനും സ്വീകരിക്കൂ, ഞാൻ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു എങ്ങാനും ആ കാരണത്താൽ ഈ നന്മകളെ എനിക്ക് തന്നെ വലിച്ചെറിഞ്ഞാലോ. സാധാരണ പറയലില്ലേ, ഒരു കഥ, ഹദീസിലൊന്നും വന്നതല്ല, അറബികളുടെ കൂട്ടത്തിലെ പ്രചരിച്ചൊരു കഥയുണ്ട്. അത്താഉസ്സലമി, അദ്ദേഹത്തെ കുറിച്ചൊരു കഥയാണ്. നല്ല വസ്ത്രം വിൽക്കുന്ന വ്യക്തിയാണ്, പുതപ്പ് വിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പുതപ്പ് വാങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ തിരിച്ചു കൊടുത്തു. അത്തായിനോട് പറഞ്ഞു, അത്താഴെ, ഈ വസ്ത്രത്തിൽ കുറെ കുറവുകളുണ്ട്, ഞാൻ വിചാരിച്ച പോലായിട്ടില്ല, ഡാമേജുകളുണ്ട്, തിരിച്ചെടുക്കണം. ആ വസ്ത്രം വാങ്ങുമ്പോൾ അത്താഴുസലം കരയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കരയുന്നതിനാ? ഞാൻ പകരം മറ്റൊന്നാ പ്രശ്നം തീർന്നില്ലേ, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ. അത്താഴുസലം കൊടുത്തൊരു മറുപടിയുണ്ട്, നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു മറുപടി. അദ്ദേഹം പറയാണ്, ഇതിനേക്കാൾ നല്ല വസ്ത്രം എനിക്ക് തിരിച്ചു തരാൻ പറ്റും, ഇതിനേക്കാൾ ഭംഗിയിൽ തരാൻ പറ്റും. പക്ഷെ ഞാൻ കരഞ്ഞ എന്തിനാണെന്നറിയോ? അത്താഴിന് കരയേണ്ടി വന്നത്, ഞാൻ കുറെ നിസ്കാരവും നോമ്പും സക്കാത്തും പിന്നെ ഹജ്ജും ഉംറയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞ പോലെ പരലോകത്തെത്തിയിട്ട് അള്ളാഹ് പറയാണ്, അത്തായ നിന്റെ നോമ്പിന് തകരാറുണ്ട്, നിന്റെ നിസ്കാരത്തിന് ഇന്ന കുറവുണ്ട്, ഇതൊന്നും കബൂലാക്കൂല എന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞാൽ എന്ത് നന്മയായിട്ട് അത്തായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് എത്തുക. ഇതാണ് അത്തായ്ക്ക് അറിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരി സഹോദര, നമുക്ക് ഇത്രയും ദിവസത്തെ നോമ്പുകളുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് എങ്ങാനും കബൂലാക്കാതിരുന്നാൽ ഒരു മുഅ്മിനിന്റെ പേടി എന്താണെന്നറിയോ? യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ഇത് അള്ളാഹു കബൂലാക്കൂല എന്നൊരു പേടിയാണ്. മുനാഫിഖിന്റെ പേടിയിൽ, അങ്ങനെ ചിന്തയിൽ, എന്ത് ചെയ്താലും ആ ചെയ്തു അൽഹംദുലില്ലാഹ്. എല്ലാ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, കബൂലാക്കണേ എന്നുള്ളത്. നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് എന്താ അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ തെറ്റിയെ ഏറ്റു പറയുന്നു. നിസ്കാരം തെറ്റാണോ? നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹയാണ്. എന്താ പഠിച്ചോനെ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിസ്കാരത്തിലെങ്ങാനും ഒരു കുറവ് വന്നാൽ, നോമ്പ് തീരാൻ പോകുക, നോമ്പ് തീരുന്നത് നിസ്കാരത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയും പോലെ നോമ്പ് തീരുന്നത് ഫിത്ർ സക്കാത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഫിത്ർ സക്കാത്തിലൂടെ നോമ്പ് തീരുന്നത്? ഒരു മാസത്തെ നോമ്പ് അല്ലേ? എന്താ ഫിത്ർ സക്കാത്തിന്റെ ഉദ്ദേശം? പാവങ്ങൾക്കൊരു ഭക്ഷണമാണ്, നോമ്പുകാർക്ക് ഒരു ശുദ്ധീകരണമാണ്. അവൻ ചെയ്ത പാപങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നൊക്കെ, നോമ്പിൽ നമുക്ക് സംഭവിച്ചു പോയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പരിഹരിക്കുന്നത് ഈ ഫിത്ർ സക്കാത്തിലൂടെയാണ്. നിങ്ങൾ നോക്ക്, ഏത് കർമ്മങ്ങളും ഒരു പ്രാർത്ഥന കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അവസാനിക്കുന്നത്, അൽഹംദുലില്ലാഹ് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഇത് കബൂലാക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങാനും ഒരു മാസം നോമ്പെടുത്തിട്ട് ഒരു ഉപകാരവും ഈ നോമ്പ് നമുക്ക് ഈ നോമ്പിനെ കൊണ്ടില്ലെങ്കിൽ ഇത്രയും ദിവസം പട്ടിണി കിടന്നിട്ട് എന്തായിരിക്കും കാര്യം? അതുകൊണ്ട് ആ പ്രാർത്ഥന ഒരിക്കലും മറക്കാതിരിക്കുക. രണ്ടാമത്, ഞാൻ നിങ്ങളൊരല്പം സുദീർഘമായിട്ട് തന്നെ ഇന്നത്തെ ആയത്തുകൾ കേൾപ്പിച്ചത് സൂറത്തു നിസാ 4-ാമത്തെ അധ്യായം 137 മുതൽ 140 വരെയുള്ള ആയത്ത് മനസ്സിരുത്തി വായിക്കേണ്ട ആയത്താണ് അല്ലേ? ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ ഇസ്ദാദു കുഫ്റ. ഈ ആയത്ത് ഓരോ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് വായിക്കുമ്പോൾ നമ്മളൊക്കെ എന്തോ ഒരു അപകടത്തിലെത്തിയോ നമുക്ക് പേടിച്ചു പോകും. അത്ര വിശദീകരിക്കുന്ന ഈ ആയത്തുകൾ. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചത്, സുമ്മ കഫറു, പിന്നെ കാഫിറായി. ഇത് അപകടം എത്രയാണ്? സുമ്മ ആമനു, പിന്നെ വീണ്ടും അവർ വിശ്വാസിയാകും. പക്ഷെ സുമ്മ കഫറു, പിന്നെ അറിയാതെ ഇസ്ലാമിന് പുറത്തു. സുമ്മ ഇസ്ദാദു കുഫ്റ, മരിക്കുമ്പോൾ കുഫ്റായിട്ട് മരിച്ചു. അള്ളാഹു നമുക്കാകട്ടെ. നമ്മളായിരിക്കും സാധാരണക്കാർക്ക് വരുന്നത് ഈ ആയത്തിന് ഈ സെന്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് പിന്നെ വായിച്ചു പേടിച്ചു കേട്ട്. പണ്ഡിതന്മാരെ കൂട്ടുന്ന വിശദീകരണമുണ്ട്. ചില നേരം കിട്ടുമ്പോൾ ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല വിശ്വാസിയാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കാഫിറായി പോകും. ഒരു ചീത്ത കൂട്ടുകെട്ടിടുമ്പോൾ അവരൊക്കെ കാഫിറായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു കാണും. പിന്നെ ഒരു അവസരം നോമ്പ് വരുമ്പോൾ പിന്നെ നന്നാകും, നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും കേടാവും. നമ്മളങ്ങനെ ആകല്ലേ. ഞാൻ എന്നോട് നിങ്ങളൊക്കെ സൂചിപ്പിക്കുക, നോമ്പ് വരുമ്പോൾ എല്ലാവരും തഖ്വ, ഖുർആൻ, പള്ളി, നിസ്കാരം, ദിക്ർ ഒക്കെ ഉണ്ടാകും.
ഇതേ അള്ളയാണ് നോമ്പ് കഴിഞ്ഞാൽ നമ്മളെ കാണുന്നത്. ഇതേ പള്ളിയാണ് നോമ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇതേ ബാങ്കുകൾ പള്ളിയിൽ ഉണ്ടാകും. എന്തേ നോമ്പിന്റെ ജമാഅത്തിലൊക്കെ നമ്മൾ ഓടിപ്പോകുന്നത് പള്ളിയിലേക്ക്? നോമ്പ് കഴിഞ്ഞാൽ നിഷിദ്ധാണോ നമുക്ക് പള്ളി? നോമ്പ് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് നമ്മളല്ലേ പോകേണ്ടത്? പ്രിയപ്പെട്ടവരെ, നോമ്പിൽ ഒരു തീരുമാനം, ഇക്കൊല്ലത്തെ നോമ്പിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, ഇസ്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാന നിസ്കാരം തന്നെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ നിസ്കരിക്കാതെ നിങ്ങൾ ഇസ്ലാഹി സെന്റർ ഇതിന്റെ ഭാരവാഹികളോട്, ഇതിന്റെ പ്രവർത്തകരോട്, ഇതിൽ ക്ലാസ്സിന് വരുന്നവരോട് എല്ലാവരോടും കുറേ ഖുർആൻ നമ്മൾ പഠിച്ച് തിരിച്ചുപോയി. നമ്മുടെ ഒരു സ്വഭാവത്തിലും മാറ്റമില്ല. നമ്മൾ ഇത്രയും വാടക കൊടുത്തിട്ട് സെന്ററിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ നോമ്പിനോട് എടുക്കേണ്ട തീരുമാനം, എനിക്ക് എൻ്റെ ഒന്നാമത്തെ മാറ്റം, എനിക്ക് 5 നേരം അള്ളാന്റെ വീട്ടിൽ പോയി നിസ്കരിക്കണം ആവതുണ്ടെങ്കിൽ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി, സെന്ററിന് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പലരും ഇതിന് സംഭാവന നൽകിയത് മരിച്ചു പോയിട്ട് അവർക്ക് പോലും ഒരുത്തുണ്ടാവില്ല. നമ്മൾ ഇതിന്റെ ആളുകളാണെങ്കിൽ, ഇതിന്റെ പ്രവർത്തകരാണെങ്കിൽ, ഇതിൽ ക്ലാസ്സിൽ വരുന്നവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിസ്കാരം അത് എത്രത്തോളം ഗൗരവം. റബീഉൽ അവ്വൽ 12 ഈ ലോകത്തിൽ നിന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഒരു 5 ദിവസം മുമ്പ് അവസാനമായി പള്ളിയിൽ പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ, ഷോൾഡറിൽ ഒരു കൈ വെച്ചു. ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെ തോളിൽ മറ്റൊരു കൈ വെച്ചു. അവരെങ്ങനെയാ റസൂലുള്ളാഹിനെ പള്ളി കൊണ്ടുവന്നറിയോ? മണലിലൂടെ വരവരച്ചിട്ട് ഇങ്ങനെ കാൽ തള്ളവരിങ്ങനെ വരവരക്കാണ്, തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ, നടക്കാൻ പറ്റാനായിട്ട് അല്ലേ? ബോധം കെട്ടുകൊണ്ട് വന്ന് രാത്രി ഇശായിൽ ബോധം വരുന്ന സമയത്തൊക്കെ ചോദിക്കുന്നത് അസ്വല്ലന്നാസ്, പള്ളിയിൽ ജനങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു എന്നാണ്. നിങ്ങൾ നോക്ക്, മരിക്കുമ്പോൾ ആയിഷ ബീവിന്റെ മടിയിൽ തലയുണ്ട്, എന്തോ പറയുന്നുണ്ട്. പറയുന്ന വാചകങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, അഥവാ സുബഹിന്റെ ശേഷം ളുഹയുടെ നേരത്താണല്ലോ മരിക്കുന്നത്. തൊട്ട് മുമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചുണ്ടനക്കി പറയുന്നത്, ജനങ്ങളെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. നിസ്കാരത്തിന്റെ ചോദ്യത്തിൽ നിന്ന് അള്ളാഹിന്റെ മുമ്പിൽ ഒരാൾ കഴിച്ചലായാൽ, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. പരലോകത്ത് നിസ്കാരത്തെ കുറിച്ച് ചോദ്യമുണ്ട്. ഒരുത്തൻ അതിലെങ്ങാനും രക്ഷപ്പെട്ടാൽ ഖലാസ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. നിസ്കാരത്തിന്റെ ചോദ്യത്തിൽ ഒരുത്തൻ തോറ്റുപോയാൽ നശിച്ചു, നഷ്ടക്കാരനായി. അതുകൊണ്ട് നോമ്പിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സീസൺ വരുമ്പോൾ നന്നാകും, അതങ്ങ് കഴിഞ്ഞാൽ കേടാകും. നമ്മളൊക്കെ ഒരു തീരുമാനം എടുക്കുക. ആരെയും കുറ്റപ്പെടുത്തണ്ട. ഈമാനിന്റെ ദുർബലത കൊണ്ടും കൂട്ടുകെട്ടുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമൊക്കെ പലതും മിസ്സായി പോകും, അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു സ്നേഹത്തോടെ കൂടെ തിരുത്തലാണ്. ആരെ വേദനിപ്പിച്ച് ആർക്കും ഇഷ്ടമില്ല അങ്ങനെ ഉപദേശിക്കുന്നത്. സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ അള്ളാന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകുക. പള്ളികൾ, നമ്മുടെ ഹൃദയം, ഒരു മനുഷ്യന്റെ കൽബ് പള്ളിയുമായിട്ട് അങ്ങേറ്റത്തെ ബന്ധം ഉണ്ടാകട്ടെ. നമുക്ക് മൊബൈലുമായിട്ട് നല്ല ബന്ധമുണ്ട്, പലരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ അള്ളാന്റെ പള്ളിയോട് എനിക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് പള്ളിയെ കാണുമ്പോൾ ഇഷ്ടമാണ്. എനിക്ക് പള്ളിയോട് ഇഷ്ടമാണ്. പള്ളിയിൽ ആരും വൃത്തികേടാക്കിയത്, ഞാൻ ലീവിന് നാട്ടിൽ പോയാലും ആരും കാണുന്നില്ലെങ്കിലും പള്ളിയെ ഇഷ്ടപ്പെടും, പള്ളി ക്ലീനാക്കുകയൊക്കെ ചെയ്യും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. എന്തിനാണെന്നറിയോ? ഇതൊക്കെ തമാശയായിട്ട് നമുക്ക് തോന്നരുത്. അങ്ങനെ പള്ളിയിലത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്ത് പടച്ചോൻ കൊടുക്കുന്ന എന്താണ്? അർശിന്റെ തണലാണ് പടച്ചോൻ നമുക്ക് സമ്മാനമായിട്ട് തരുന്നത്. പള്ളിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലെ പാവങ്ങൾ കാണാം പള്ളിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതിന്റെ മുമ്പിൽ നമ്മളെ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരോട് ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നത്, സെന്ററിനോട് നമ്മൾ കാണിക്കുന്ന കൂറിനേക്കാൾ 10 ഇരട്ടി കൂറ് നമ്മൾ പള്ളിയോട് കാണിക്കും. പള്ളിയെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാക്കണം. അള്ളാന്റെ പൊരയാണ്, പടച്ചോന്റെ വീടാണ്. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടം. ഭൂമി ലോകത്ത് ഭൂമിയിലെ ഏറ്റവും ഖൈറായ സ്ഥലം മസാജിദുഹ, അള്ളാന്റെ പള്ളിയാണ്. വശർറുൽ ബിഖാ, ഭൂമിയിൽ പടച്ചവൻ ഏറ്റവും ഷർറുള്ള സ്ഥലം അസ്വാഖുഹ, സൂക്കാണ്, മാർക്കറ്റാണ്. നമുക്ക് ഏതാ ഇഷ്ടം? നമ്മൾ മാർക്കറ്റാണോ പള്ളിയാണോ? കൂടുതൽ സമയം സ്വയം വിലയിരുത്തിയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞാൽ, നോമ്പ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ സജീവത അള്ളാന്റെ പള്ളിയിലായിരിക്കണം. കുറേ സാധുക്കളെ കാണുന്നുണ്ട്, കാർ വാഷിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്ന, അതേപോലെ മറ്റുള്ള പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ. അവർക്ക് ആകെ ആഴ്ചയിൽ ജുമഅന്റെ മുമ്പ് വരെ മാത്രമേ ലീവുള്ളൂ. പക്ഷെ ആ സമയം ഒരു 9:30-10 മണിയാകുമ്പോൾ അവർ പണ്ട് നാട്ടും പുറത്ത് പോയതുപോലെ പള്ളിയിൽ പോയിരിക്കും. അത്
അത് നടപ്പാ പ്രിയപ്പെട്ട, അത് ഭാഗ്യമാണ്. ഞാൻ അത്രയും എൻ്റെ സ്നേഹിതന്മാരോട് എൻ്റെ മനസ്സുകൊണ്ട് സൂചിപ്പിക്കണം. ഞാൻ എന്നോടാണ് ആദ്യം, പിന്നെ എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞാൽ തീരുമാനങ്ങളുടെ കൂട്ടത്തിലൊന്ന് ഒരു പ്രതിജ്ഞയെങ്കിലും ഈ നോമ്പ് കഴിഞ്ഞാൽ എടുത്തിരിക്കണം. അല്ലാതെ ഈ ആയത്ത് പറഞ്ഞതുപോലെ നോമ്പിൽ നന്നായി പിന്നെ കേടായി, തുമ്മാമനും പിന്നെ അടുത്ത നോമ്പിൽ നന്നായി, തുമ്മക്കപ്പുറം പിന്നെ കേടായി, അവസാനം മരിക്കുമ്പോൾ കുഫറിൽ മരിക്കും. ആ ആളുകളെ കുറിച്ച് എന്താ അള്ളാഹ് പറഞ്ഞത്? അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല, ഏറ്റിട്ടില്ല. അവരെ ഹിദായത്തിലേക്ക് അള്ളാഹ് കൊണ്ടുവരില്ല. മറിച്ചോ ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന ബശ്ശിരിൽ മുനാഫിഖീന ബശ്ശിരിൽ മുനാഫിഖീൻ ബിഅന്ന ലഹും അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അവർക്ക് അള്ളാഹ് സന്തോഷ വാർത്ത അറിയിക്കും. ഇതിനടുത്ത ആയത്ത് എന്താണെന്നറിയോ? അല്ലദീന യത്തഖിദൂന കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ കൂടാതെ സത്യനിഷേധികളെ ഒറ്റ കൂട്ടുകാരായി സ്വീകരിക്കുന്ന ആളുകൾ. അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ, നിങ്ങൾ ആ കാഫിറുകളിലാണോ ഇസ്സത്ത് കാണുന്നത്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഫഇന്നൽ ഇസ്സ ലില്ലാഹി ജമീഅ. അല്ലാഹുവിനാണ് ഇസ്സത്ത്, ഇസ്ലാമില, മുസ്ലിമില, റസൂലില ഇസ്സത്ത് ഉണ്ടാകുന്നത്. എന്നിട്ട് പറയുന്നതോ വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, ഈ ഖുർആനിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അൻ ഇദാ സമഅതും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ, അല്ലാഹുവെ നിഷേധിക്കുന്ന ഒരു സദസ്സ് നിങ്ങൾ കണ്ടാൽ കേട്ടാൽ, വയുസ്തഹ്സഉ ബിഹാ, അല്ലാഹ് പരിഹസിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ ആദർശങ്ങളെ എല്ലാം ചവിട്ടിമതിക്കുന്ന ഡാൻസ് പാർട്ടികൾ, അങ്ങനത്തെ ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകളൊക്കെ വരും പെരുന്നാളായിട്ട്. നോമ്പിന് ഖുർആൻ മത്സരം നടത്തിയ ആളുകളായിരിക്കും പെരുന്നാളിന് ഗാനമേളയുടെ സംഘാടകരുണ്ടാക്കുക. അള്ളാഹിനെ നിഷേധിക്കുകയോ അള്ളാഹിനെ പരിഹസിക്കുകയോ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായ ഇത്തരം ഏത് സദസ്സ് കണ്ടാലും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. അവരതല്ലാത്ത സംസാരത്തിലേക്ക് വരുന്നത് വരെ. അങ്ങനെ ഇരുന്നാൽ ഇന്നക്കും ഇദമിസ്ലുഹും, നിങ്ങളും അവരെ പോലെ തന്നെയാണ്. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീൻ, ഈ മുനാഫിഖീങ്ങളെയും നിഷേധികളെയും അല്ലാഹു ഒരുമിപ്പിക്കും. ഫീ ജഹന്നമ ജമീഅ, നരകത്തിൽ ഒരുമിപ്പിക്കും. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. ആയത്തിൽ മനസ്സിലായല്ലോ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു സദസ്സിലും ഈദിനേറ്റിന്റെ പേരാകട്ടെ ഏതാകട്ടെ, അതിന് ശേഷമാകട്ടെ ഈദിനേറ്റും ഇതൊക്കെ വരും. ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ഓണം വരെ പെരുന്നാൾ ആഘോഷമായിരിക്കും. ഒരു ഓണം കഴിഞ്ഞാൽ അടുത്ത പെരുന്നാൾ വരെ ഓണമായിരിക്കും. കിട്ടാൻ കാത്ത് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാകില്ല അള്ളാഹുവിന്റെ പരലോകം രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് സമയമായിട്ട് നമുക്ക് അള്ളാഹിലേക്ക് മടങ്ങാൻ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കൂടെ തന്നെ ജീവിതം ഏത് ഘട്ടത്തിൽ, നോമ്പിൽ ഒരു മാസം ഞാൻ തഖ്വ നേടിയിട്ടുണ്ട്. ഒരു മാസത്തെ തഖ്വ, ഇതൊരു ട്രെയിനിങ് മാത്രം. നോമ്പ് കഴിഞ്ഞാലുള്ള ദിവസങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളത്. അതല്ലാതെ വല തകൂനു കല്ലത്തി നഖദത ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത, ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. ഖുർആൻ പറയാം, നൂലുകൾ കൊണ്ട് കയറ് വിരിച്ചുണ്ടാക്കി കുറേ സമയം ചെലവഴിച്ച് വലിയ കയറാക്കി അവസാനം ആ കയറിനെ പഴയതുപോലെ തന്നെ ആക്കുന്ന പെണ്ണിനെ പോലെ, നാരായണത്ത് ഭ്രാന്തനെ പോലെ. നാരായണത്ത് ഭ്രാന്തന്റെ കഥ അല്ലേ? രാവിലെ മുതൽ വലിയ പാറക്കൽ ഉരുട്ടി മരക്ക് മുകളിലേക്ക് കൊണ്ടുപോകും, വൈകുന്നേരം ആകുമ്പോൾ താഴെ കിട്ടുള്ളൂ. അതുവരെ അധ്വാനിച്ചത് മുഴുവൻ വെറുതെയായി. ഒരു മാസത്തെ നോമ്പ്, ഖിയാമുൽ ലൈൽ, ഖുർആൻ പാരായണം, പ്രാർത്ഥനകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം ചെയ്തു. ഒരൊറ്റ പെരുന്നാളിന്റെ ദിവസം കൊണ്ട്, ശേഷമുള്ള ദിവസങ്ങൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന രീതി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകരുത്. മറിച്ച് ഈ നേടിയെടുത്ത തഖ്വ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളിലേക്ക് ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഏതൊക്കെ പരീക്ഷണങ്ങളാണ് വരുന്നത് എന്നറിയുന്നില്ല. ഒരു ഭാഗത്ത് യുദ്ധം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് മറ്റുള്ള സാമ്പത്തിക, ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, വിശ്വാസികൾക്ക് ഇനിയും അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായിട്ടില്ലേ? അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഇനിയും മടങ്ങാൻ സമയമായിട്ടില്ലേ? അല്ലാഹ് അവതരിപ്പിച്ച ഈ ഖുർആൻ സത്യത്തിലേക്ക് മടങ്ങാൻ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുൻപ് വേദഗ്രന്ഥം ലഭിക്കപ്പെട്ട ജൂത ക്രൈസ്തവരെ പോലെ നിങ്ങൾ ആകരുത്. അവിടെ പ്രത്യേകത എന്താണ്? ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, കാലം കുറെ കഴിയുമ്പോൾ ഹൃദയം കടുത്തുപോയി. വകസീറു മിൻഹും ഫാസിഖൂൻ, തമ്മാടികളായി മാറി ഭൂരിഭാഗവും. നമ്മൾ അതുപോലെ ആകരുത്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. മരണം തീയതി കുറിക്കപ്പെട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഏത് സമയവും പിടികൂടാം.
ഈ നോമ്പ് സ്വർഗം നേടിയെടുക്കാൻ ഒരു കാരണമായി തീരണം. പെരുന്നാളിന്റെ ചിന്തകൾ, പെരുന്നാളിന്റെ വസ്ത്രങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇനിയുള്ള വിലപ്പെട്ട സമയങ്ങൾ, പ്രത്യേകിച്ച് രാത്രി സമയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ചെലവഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ഏറ്റവും വിലപ്പെട്ട സമയമാണ്. കുടുംബത്തോട് പറയാം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടങ്ങേണ്ട, അല്ലെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുന്ന വായിഖ കുടുംബത്തെ ഉണർത്തുന്ന ഇബാദത്തിൽ മുഴുകുന്ന റമദാനിന്റെ അവസാനത്തെ 10 രാത്രി സമയങ്ങൾ, അതും കഴിഞ്ഞു പോകാണ്. ഇത് പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റും പറയണം, തീരുമാനമെടുക്കണം. ഒരു ദിവസം ഒരു 10 സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മിനിമാണ്. എത്ര പറ്റുന്നുവോ നമ്മൾ ഡ്രൈവിംഗിൽ അത് ചെയ്യാം. നാവിന് ചെല്ലാൻ ഏറ്റവും എളുപ്പമുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഏറ്റവും സിമ്പിളാണ് ആ ദിക്ർ, അല്ലേ? തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നാവിന് പറയാൻ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും തുലാസിൽ കനം തൂങ്ങുന്ന ദിക്ർ ഇതാണ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗ്ഗത്തിലെ നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന. ഈ ദിക്റുകളൊക്കെ നമ്മളാ ചെല്ലേണ്ടത്, വേറെ കൗമല്ലല്ലോ. പള്ളിയിൽ ഇരിക്കുമ്പോൾ, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഒക്കെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ നിസ്കാര ശേഷവും ചെല്ലാറുണ്ട്, അല്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ 10 തവണ എന്തായിരുന്നാലും ചെല്ലേണ്ടതുണ്ട്. കടലിൽ എത്ര തിരമാലകളും പതകളും നുരകളുമുണ്ട്. അത്രയും തെറ്റുകൾ ചെയ്താലും ഈ പ്രാർത്ഥന അതൊക്കെ കുറിപ്പിക്കും. നിങ്ങൾ നോക്കി, ഒരു ദുആയാണ് ഇതൊക്കെ കുറിപ്പിക്കുന്നത്. ഒരു സ്വലാത്തിന് 10 കൂലിയാണ് നമ്മൾക്ക് അള്ളാഹു നൽകുന്നത്. നമ്മളല്ലേ ചെയ്യേണ്ടത്, നമ്മളല്ലേ ചൊല്ലേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത രീതി ഒന്ന് മാറ്റി. റമദാൻ കഴിഞ്ഞാൽ സ്വഭാവങ്ങളിൽ എന്തൊക്കെ ദൂഷ്യങ്ങളുണ്ട്, ദേഷ്യമുള്ള ആൾക്കാരാണോ, ഒന്ന് അടക്കി ഒതുക്കി നിർത്തുക. സ്വർഗം വേണ്ടേ നമ്മൾക്ക്? ചെറിയ കാര്യങ്ങൾക്ക് അവിടെ സ്വർഗം നൽകുന്നത്. നിങ്ങൾക്ക് ദേഷ്യം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? അള്ളാഹ് പറയാ, ദേഷ്യത്തിൽ ഒതുക്കി നിർത്തി. നിങ്ങൾക്ക് സ്വർഗം വേണോ? ആളുകൾക്കൊന്ന് വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്ക്. നിങ്ങൾക്ക് സ്വർഗം വേണോ? സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കണോ? ലിമൻ അലാനിൽ കലാം, സംസാരം ഒന്ന് സോഫ്റ്റ് ആക്ക്. ആളുകൾക്ക് നിങ്ങളൊന്ന് ഭക്ഷണം നൽകി. നിങ്ങൾ സലാം ഒന്ന് വ്യാപിപ്പിക്ക്. നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയും. സ്വർഗം നിങ്ങൾക്ക് കിട്ടും, അല്ലേ? റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലെത്തണോ? ഒരു യതീമിനെയെങ്കിലും നിങ്ങൾ പരിഗണിക്കുക. സൽസ്വഭാവം സൂക്ഷിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിയുടെ അടുത്തായിരിക്കും സ്വർഗത്തിൽ. ഇങ്ങനെ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവ രംഗത്ത്, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ, എല്ലാ സ്ഥലത്തും എൻ്റെ എല്ലാം ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾക്ക് മാറാൻ കഴിയണം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.